നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഇതിൽ 9 നക്ഷത്രക്കാരെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇവരുടെ നക്ഷത്രങ്ങളിലെ ചില സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ് ഇവരെ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് വിളിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ചില രഹസ്യ സവിശേഷതകളെയാണ് ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത്. ദേവഗണത്തിൽപ്പെട്ട ഈ 9 നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നമുക്ക് അടുത്തതായി മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. പിന്നെ മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നിങ്ങനെ 9 നക്ഷത്രക്കാരെയാണ് ദേവഗണ നക്ഷത്രക്കാർ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ ഈ 9 നക്ഷത്രക്കാരിൽ പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഈ 9 നക്ഷത്രത്തിൽ പെടുന്നവരാണെങ്കിൽ ഇത് തീർച്ചയായും കാണാതെ പോകരുത്. ഈ ദേവഗണ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇവർ മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നവരാണ്. അത് ഇവരുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയും ഇവർ ഉപകാരം ചെയ്യാൻ വളരെ തയ്യാറായിട്ടുള്ളവരാണ്. അതിനാൽ തന്നെ ഇവരെ ലോക ഉപകാരികൾ എന്ന് വിളിക്കാവുന്നതാണ്. എന്തു കാര്യത്തിനായിക്കോട്ടെ, ഏത് കാര്യത്തിനായിക്കോട്ടെ ഇവരോട് വന്ന് സഹായം ചോദിക്കുന്നവർക്ക് ഇവരാൽ കൊണ്ടാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അത് ഇന്ന സമയമെന്നൊന്നുമില്ല. ഏതു രാത്രിയാണെങ്കിലും ഇവരെ വന്നൊരു ഉപകാരം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഉപകാരം ചെയ്യുന്നവർ ഇവർക്ക് തിരിച്ച് ശത്രുക്കളായാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ ഇവർ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം പിൻകാലത്ത് ഇവർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. ഇതുവരെ അങ്ങനെയായിരിക്കാം ഈ നക്ഷത്രക്കാർക്ക് വന്നിട്ടുള്ളവർ. ഈ നക്ഷത്രത്തിൽ പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ട് ഇവർക്ക് പല തിരിച്ചടികളും കിട്ടിയിട്ടുള്ളവർക്ക്, അതായത് ഈ നക്ഷത്രത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയമായിരിക്കും. ഇങ്ങനെ കുറേ തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഭയമായിരിക്കും വളരെ. ഏതായിരിക്കും നല്ലത്, ഏതായിരിക്കും ചീത്ത, എന്തിലിടപെടണം, ഇതിലിടപെട്ട് കഴിഞ്ഞാൽ വളരെ ദുഃഖമായിരിക്കുമോ തിരിച്ച് കിട്ടുക എന്നെല്ലാം ഓർത്തിട്ട് ഇപ്പോൾ പല കാര്യങ്ങളിലും ഇടപെടാൻ ഇവർക്ക് ഇങ്ങനെ അനുഭവം കിട്ടിയിട്ടുള്ളവർക്ക് വളരെ ഭയമായിരിക്കും. ഇപ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരിക്കും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. ഇവർ ജീവിക്കുന്നത് തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയായിരിക്കും. ഇവരുടെ ജീവിതവും ചിന്താഗതികളും എല്ലാനും എപ്പോഴും സ്വന്തം കുടുംബത്തെ പറ്റി തന്നെ ആയിരിക്കും എന്നതാണ് മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവിക്കുന്നത് തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് എന്നു തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഇവർ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ മറ്റു നക്ഷത്രക്കാർക്ക് മക്കളോട് സ്നേഹമില്ല എന്നല്ല. ഈ നക്ഷത്രക്കാർ കുറച്ച് കൂടുതലായി മക്കളെ കെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അതായത് മക്കളുടെ മേത്ത് ഒരു പോറൽ പോലും ഏൽറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കില്ല എന്ന് പറയുന്ന പോലെ. മാത്രമല്ല മക്കളുമായി നല്ല ഒരു സുഹൃത്തുക്കളെ പോലെ, മക്കളും ഇവരുമായി നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെ ആയിരിക്കും ഇവർ ജീവിക്കുന്നത് തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് എന്ന് തന്നെ പറയാം. ഇത്തരം മാതാപിതാക്കളെ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ട മാതാപിതാക്കളെ കിട്ടുന്ന മക്കൾ വളരെ പുണ്യം ചെയ്തവരാണ് എന്നും പറയാം. കുടുംബത്തിന് വേണ്ടി ജീവിച്ച് സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരാണ് ഈ നക്ഷത്രത്തിൽക്കാരിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും. അതായത് ഒരു കാലഘട്ടത്തിൽ ഇവർ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, പിന്നീട് ഇവരുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയായിരിക്കും അടുത്ത ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ ഇവരുടെ പങ്കാളിക്ക് വേണ്ടിയായിരിക്കും ഇവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നീട് മക്കളായി, പേരക്കിടാങ്ങളായി, ഇങ്ങനെ പിന്നീട് മക്കൾക്ക് വേണ്ടിയും പിന്നെ പേരക്കിടാങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ജീവിതകാലം മുഴുവനും ഇവരുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനിടയിൽ ഇവർ സ്വന്തമായി ജീവിക്കാൻ മറന്നു പോകുന്നു. ഇവർക്ക് ഇഷ്ടപ്പെട്ട പലതും ഇവരുടെ കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാം വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യവും വന്നിട്ടുള്ളവരാണ്. പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുത്ത് അവരുടെ
ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ എടുക്കേണ്ടി വന്നിട്ടുള്ളവരാണിവർ. അതുപോലെ തന്നെ ഇവർ ഒരു മടിയും കൂടാതെ സ്വന്തം കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവർ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുള്ളവരുമാണ്. ഈ നാളുകാരായിട്ടുള്ളവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം വീടുമായി വളരെ ഒരു നല്ല രീതിയിലുള്ളൊരു മാനസികം അടുപ്പം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇവർ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടോ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ തന്നെ സ്വന്തം വീട്ടിൽ വന്ന് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ശരീരത്തിനാണെങ്കിലും മനസ്സിലാണെങ്കിലും നല്ലൊരു സുഖം കിട്ടുകയുള്ളൂ. എന്നിരുന്നാലും ഇവർ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുന്ന കൂട്ടത്തിൽ പെട്ടവരൊന്നുമല്ല. എപ്പോഴും ചെറിയ ചെറിയ പണികളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തം കഴിവിലൊരു വിശ്വാസമുള്ളവരാണ്. ഇവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം ഇവർക്ക് സ്വയം ഒരു ബോധ്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഏതു കാര്യം ചെയ്യുകയാണെങ്കിലും നല്ല വൃത്തിയായി ചെയ്യണം എന്നൊരു സ്വഭാവമുള്ളവർ കൂടിയാണ് ഈ നക്ഷത്രക്കാർ. തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് കപട സ്നേഹമോ കള്ളത്തരമോ അങ്ങനെ കാണിക്കാൻ അറിയില്ലാത്തവരാണെന്ന് തന്നെ പറയാം. മറ്റുള്ളവരോട് ഒന്നും ഉള്ളിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്കുണ്ടാവുകയില്ല. അതായത് ഇവരുടെ മനസ്സിലുള്ളത് എന്താണോ അത് ഇവരുടെ മുഖത്ത് പ്രകടമാകുന്നതാണ്. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇവരുടെ മനസ്സിലുള്ളത് നമുക്ക് മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് പ്രിയപ്പെട്ടവരിൽ നിന്ന് വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ കരയുന്ന കൂട്ടത്തിലുള്ളവരാണ്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഇവർക്ക് പെട്ടെന്ന് സങ്കടം വരും. ഇവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. ഇവർ ദേഷ്യക്കാരാണെങ്കിൽ കൂടി ദേഷ്യം വരികയാണെങ്കിൽ പോലും ആ ദേഷ്യം ഇവർ കരഞ്ഞു തീർക്കുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ടവരാണ് ഈ ദേവഗണ നക്ഷത്രക്കാർ. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഇവരുടെ മനസ്സിൽ തട്ടി പറയുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഇവർ വെറുതെ ഒരു കാര്യം അങ്ങനെ പറയാറില്ല. അതായത് ഇവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാം ആർക്കെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്വയം ചെയ്യാൻ പറ്റും എന്ന് ഇവർക്ക് സ്വന്തമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചെയ്തു തരാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് സമ്മതിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഭംഗിയായി അതെല്ലാം ചെയ്തു തീർത്ത് തരുന്നതായിരിക്കും. അതായത് ഇവർ മാർഗത്തേക്കാൾ ലക്ഷ്യമാണ് പ്രധാനം എന്ന ചിന്താഗതിയുള്ളവരാണ്. അതിനാൽ ഇവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിജയകരമായി തന്നെ ഇവർ പൂർത്തീകരിച്ചു തരുന്നതായിരിക്കും. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് തന്നെ ഇവർക്ക് പെരുമാറാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഈ ദേവഗണ നക്ഷത്രത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ കാലത്തും ഉപകാരപ്പെടുന്നത് സ്വന്തം ബന്ധുക്കളെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് സുഹൃത്തുക്കളായിരിക്കും. പലപ്പോഴും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരുടെ ബന്ധുക്കൾ, അതായത് വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ ആ പ്രശ്നം വരുമ്പോൾ ഇവർക്ക് ആരും ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരും തന്നെ കൂടെ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ്. ഇവിടെ എല്ലാം സ്വന്തം സുഹൃത്തുക്കൾ, അതായത് ഇവർക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സഹായമായി ഓടിയെത്തുന്നത്. അതായത് ഇവർക്ക് കൂടുതൽ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ളത് ബന്ധുക്കളെക്കാളും കൂടുതലായിട്ട് സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഇവർക്ക് വളരെ വിശ്വാസവഞ്ചനകൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണിവർ. ഇവർക്ക് നിഴലായി നിന്ന വ്യക്തികളിൽ നിന്ന് പോലും ഇവർക്ക് വേദനാജനകമായ പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരുമാണ്. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഒരു മുറിപ്പാടായി തന്നെ കിടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ദേവഗണ നക്ഷത്രക്കാരിൽപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു 27 വയസ്സിനും ഒരു 35 വയസ്സിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിത്തിരിവുണ്ടാവും. അതായത് പെട്ടെന്നുള്ളൊരു എന്തെങ്കിലും ഒരു മാറ്റം, അത് ചിലപ്പോൾ നല്ല മാറ്റമാവാം അല്ലെങ്കിൽ ഒരു ചീത്ത മാറ്റമാവാം. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദുരിതങ്ങളായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു എന്തെങ്കിലും സന്തോഷകരമായ ഒരു മാറ്റമായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും പിൻകാലത്ത് അതെല്ലാം ഇവരുടെ മുന്നിൽ തന്നെ ഏറ്റുപറയാനുള്ളൊരു അവസരം ഭഗവാനായിട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ, അതായത് ഈ ദേവഗണ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.